നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഗിബ്സ് ഫ്രീ എനർജിനെ പറ്റിയാണ്. The Gibbs free energy is a thermodynamic quantity that tells us how much energy in a system is available to do useful work and the process occurs at constant temperature and pressure. അതായത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് എത്രമാത്രം യൂസ്ഫുൾ വർക്ക് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതാണ് ഗിബ്സ് ഫ്രീ എനർജി. The Gibbs free energy is represented by G and the relation of G is given by G is equal to H minus Ts. ഇവിടെ H എന്ന് പറയുന്നത് എൻതാൽപ്പി ആൻഡ് ടി എസ് എന്ന് പറയുന്നത് ബൗണ്ട് എനർജി, വെർ ടി ഇസ് ദ ടെമ്പറേച്ചർ ആൻഡ് എസ് ഇസ് ദ എൻട്രോപ്പി. ഇപ്പോൾ നമ്മുടെ ഫിസിക്കൽ മീനിങ് ഓഫ് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിനൊരു സം ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ ആ ഹോൾ ടോട്ടൽ എനർജി കനോട്ട് ബി യൂസ്ഫുൾ ടു ഡു യൂസ്ഫുൾ വർക്ക്. കാരണം നമ്മുടെ എൻട്രോപ്പി കാരണം കുറച്ച് എനർജി നമുക്ക് ലോസ്റ്റ് ആവുന്നതാണ്. ഈ എൻട്രോപ്പി കാരണം ലോസ് ആവുന്ന എനർജി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന എത്രമാത്രം യൂസ്ഫുൾ വർക്കാണോ അതിനെയാണ് നമുക്ക് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. നമ്മുടെ ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് എന്ന റിലേഷൻ നിന്ന് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് കിട്ടും. ബിക്കോസ് ടി ഇസ് എ കോൺസ്റ്റൻറ്റ് വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നമ്മുടെ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി റിലീസ്ഡ് ഓർ അബ്സോർബ്ഡ് ആണ്. ടി ഡെൽറ്റ എസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എനർജി ഹാസ് ബീൻ ലോസ് ഡ്യൂ ടു ദ എൻട്രോപ്പി. So delta G naturally becomes a useful work at constant temperature and pressure. നമ്മുടെ W യൂസ്ഫുൾ മാക്സ് എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ ജി ആണ്. ഇവിടെ മൈനസ് സൈൻ റെപ്രസെൻറ്റ്സ് ദ സിസ്റ്റം ഹാസ് ലോസ്റ്റ് ഡെൽറ്റ ജി എമൗണ്ട് ഓഫ് എനർജി. ഇനി നമ്മുടെ ഡെൽറ്റ ജി ഇൻ റിലേഷൻ ടു സ്പോണ്ടേനിറ്റി എന്താണെന്നാണ് ഇതിൽ പറയാൻ പോകുന്നത്. A spontaneous process is that which occurs on its own without requiring a continuous external supply of energy. അതായത് ഒരു നാച്ചുറലി ഒക്കറിങ് പ്രോസസ്സിനാണ് നമ്മൾ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു ബാറ്ററി ഡിസ്ചാർജ് അല്ലെങ്കിൽ ഒരു അയൺ റസ്റ്റിംഗ് കേസ്, ഇതെല്ലാം നമ്മുടെ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ച് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ഓൾവേസ് ഇൻക്രീസസ് ദ ടോട്ടൽ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ആണ്. അതായത് ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സ് ഇസ് ഓൾവേസ് ഇൻക്രീസിങ്. നമ്മുടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ നമ്മുടെ ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഡെൽറ്റ സിസ്റ്റം പ്ലസ് ഡെൽറ്റ സറൗണ്ടിങ് ആണ്. അത് എല്ലാ കണ്ടീഷൻസിലും ഡെൽറ്റ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഡെൽറ്റ സിസ്റ്റമും പ്ലസ് ഡെൽറ്റ സറൗണ്ടിങ് ആണ്. നമ്മുടെ സിൻസ് ഡെൽറ്റ സറൗണ്ടിങ് എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ എച്ച് ബൈ ടി ആയതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈനസ് ടി ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ സിസ്റ്റം എന്ന് കിട്ടും. നമ്മുടെ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ സിസ്റ്റം എന്നൊക്കെ അറിയാം നമ്മുടെ ഡെൽറ്റ ജി ആണ്. നമുക്ക് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു മൈനസ് ടി ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്ന് കിട്ടും. നമ്മൾ ടി ഓൾവേസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇഫ് ഡെൽറ്റ ജി ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മുടെ ഡെൽറ്റ യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസിങ് ആയിരിക്കും നമ്മുടെ മേളത്തെ ഇക്വേഷൻ വെച്ചിട്ട്. അതായത് അതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആയിരിക്കും. ഇഫ് ഡെൽറ്റ ജി ഇസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മുടെ ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സ് വിൽ ബി ലെസ് ദാൻ 0, അതായത് നെഗറ്റീവ് ആയിരിക്കും. അതായത് നമ്മുടെ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആയിരിക്കും. ഇനി അതായത് നമുക്ക് അതിനകത്തൊരു എക്സ്റ്റേണൽ സപ്ലൈ ഓഫ് എനർജി കൊടുക്കേണ്ടി വരും നമ്മുടെ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സിനകത്ത്. ഇപ്പോൾ ഡെൽറ്റ എസ് യൂണിവേഴ്സ് ഈക്വൽ ടു 0 ആയാൽ നമ്മുടെ ഡെൽറ്റ ജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഡെൽറ്റ ജി 0 എന്ന് പറയുന്ന ഒരു ഇക്വലിബ്രിയം പ്രോസസ്സിനാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം ഡെൽറ്റ ജി യൂണിവേഴ്സ് വിൽ ബി ഈക്വൽ ടു 0 ഇഫ് ഡെൽറ്റ ജി യൂണിവേഴ്സ് ഇസ് 0. ഇനി നമ്മുടെ ജിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഡെറിവേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് ആണ്, where H is equal to U plus PV. U is represents the internal energy and PV the work. അപ്പം നമ്മുടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് U plus PV മൈനസ് ടി എസ് എന്ന് കിട്ടും. നമുക്കറിയാം ഒരു മോണോ അറ്റോമിക് ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 3/2 NKT ആണ്. അതായത് 3 ട്രാൻസ്ലേഷണൽ മോഷൻസ് ഉണ്ട്, ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഈ 3 ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം ഒരു 1/2 KT എൻഡ് ഓഫ് ആവറേജ് എനർജി തരുന്നതാണ്. അപ്പോൾ 3 ഉണ്ടെങ്കിൽ 3/2 NKT ആയിരിക്കും. ഇത് നമ്മുടെ മേളത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം ജി ഇസ് ഈക്വൽ ടു 3/2 NKT പ്ലസ് പി വി മൈനസ് ടി എസ് എന്ന് കിട്ടും. നമുക്ക് പി വി അറിയാം. ഫോർ എൻ ഐഡിയൽ ഗ്യാസ് പി വി ഇസ് ഈക്വൽ ടു ആർ ടി ഇസ് ഈക്വൽ ടു NKT. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എസ്സിന് നമ്മുടെ സാക്കോ ടെട്രോഡ് റിലേഷൻ വെച്ചിട്ട് എസ് ഇസ് ഈക്വൽ ടു NK ഇൻറ്റു LN Z/N പ്ലസ് 5/2 എന്ന റിലേഷൻ ഉണ്ട്. അത് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജി ഇസ് ഈക്വൽ ടു മൈനസ് NKT LN Z/N എന്ന് കിട്ടും. ഇവിടെ Z എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടീഷൻ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് ഇക്വേഷൻ കണ്ട് നമുക്ക് മനസ്സിലാവും ഇതൊരു മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീനെ ഒരു മാക്രോസ്കോപ്പിക് തെർമോഡൈനാമിക് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുകയാണ്.
കാരണം ഇസഡ് എന്ന് പറയുന്ന ഒരു മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റിയാണ് ആൻഡ് ജി നമുക്കറിയാം മാക്രോസ്കോപ്പിക് തെർമോഡൈനാമിക് ക്വാണ്ടിറ്റിയാണ്. സോ ഈ ലാസ്റ്റ് ഇക്വേഷൻ നമുക്ക് എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ടെൽസ് യു ദാറ്റ് വൺസ് യു നോ ഹൗ മെനി ആക്സസിബിൾ ക്വാണ്ടം സ്റ്റേറ്റ്സ് ഈച്ച് പാർട്ടിക്കിൾ ഹാസ്, അത് നമ്മുടെ ഇസഡിൽ എൻകോഡ് ചെയ്തിരിക്കുകയാണ്. യു ക്യാൻ കാൽക്കുലേറ്റ് ദ ഗിബ്സ് ഫ്രീ എനർജി ഓഫ് ദ ഹോൾ ഗ്യാസ്. അതായത് നമുക്ക് സെപ്പറേറ്റ്ലി നമ്മൾ യു അല്ലെങ്കിൽ പി അല്ലെങ്കിൽ വി അല്ലെങ്കിൽ എസ് ഉപയോഗിച്ച് നമുക്ക് ഇൻഡിവിജ്വലി ഉപയോഗിച്ച് നമുക്ക് ആ ഹോൾ സിസ്റ്റത്തിന് റെപ്രസെൻ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ജസ്റ്റ് ഈ ജി ഗിബ്സ് ഫ്രീ എനർജി ഉപയോഗിച്ച് നമുക്ക് ഹോൾ ഗ്യാസിന് സിസ്റ്റത്തിന് ഏത് സ്റ്റേറ്റിലാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്.